തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ രംഗത്തിറങ്ങി. ഇപ്പോഴും UDF സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ തമ്മിലടിക്കുകയാണ്. മാത്രമല്ല റബ്ബർ ശല്യം വ്യാപകമാണ്. ഐക്യവും ജനാധിപത്യവും ഇല്ലാത്ത മുന്നണിയാണ് UDF. എന്നാൽ LDF സുദൃഢമായ രാഷ്ട്രീയ നയവും വികസന കാഴ്ചപ്പാടും ക്ഷേമ പദ്ധതികളുമായി ഐക്യത്തോടെ ജനങ്ങളെ സമീപിക്കുകയാണ്. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളോട് പറയുകയാണ്. ഓരോ ആളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊക്കെ കുറേ വീടുകൾ കയറിയതാണ്. ഇപ്പോൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അനുഭവമുള്ളതുകൊണ്ട്, ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നയാളുടെ വീട്ടിലെത്തിയാൽ അവർ തന്നെ പറയും 2000 റുപ്യ പെൻഷൻ ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ബോധ്യമായ ജനങ്ങൾ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ LDF പ്രവർത്തകന്മാരാകെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നു. ടീച്ചർ ഇതിനകം തന്നെ മണ്ഡലത്തിലാകെ ഒരു വട്ടം വീടുകൾ കയറുകയും സ്ഥാപനങ്ങൾ കയറുകയും ചെയ്തു കഴിഞ്ഞു. അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി നോമിനേഷൻ കൊടുത്ത ഉടൻ പോകും. പൊതു സ്വീകരണ പരിപാടിയും വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. തീർച്ചയായും LDF വരും. LDF അല്ലാതെ മറ്റാരും ജനങ്ങളെയോ നാടിനെയോ രക്ഷിക്കാനില്ല. ഇതാണ് ഒരു പൊതുബോധ്യം. കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം തന്നെ ഈ പയ്യന്നൂരും തളിപ്പറമ്പിലുമൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിൽ UDFൽ വലിയ അതൃപ്തിയുണ്ട്. യൂത്ത് കോൺഗ്രസ് അതിനെതിരെയൊക്കെ രംഗത്ത് വരുന്നു. ഇതൊക്കെ LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും. UDFലെ തർക്കം UDFും കോൺഗ്രസും വരുത്തി വെച്ചതാണ്. അവർക്ക് അന്ധമായ ഇടതുവിരോധം മാത്രമാണ്. ജനങ്ങളെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അവർ നോക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ആപത്തുണ്ടായത്. കോൺഗ്രസിലെ ഭിന്നത മൂലമാണ് റബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നത്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന UDF പിന്തുണയോടുകൂടിയുള്ള സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം സുധാകരനിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഹാരം സ്വീകരിച്ചു. അത് കോൺഗ്രസിൽ ചേരും പോലെയാണ്. കൈപ്പത്തി ചിഹ്നം വേണമെന്ന് കോൺഗ്രസ്സുകാരും കൈ എന്നെയടക്കം ആക്രമിക്കാൻ വന്ന കോൺഗ്രസ്സുകാരുടെ കൈയാണെന്ന് ഗോവിന്ദൻ മാഷും. ആ വൈരുദ്ധ്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് കീഴടങ്ങേണ്ടി വരും. സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ആ ചോരയേന്തിയ കൈ തന്നെ സ്വീകരിക്കേണ്ടി വരും. ഇത്രയും പരിഹാസ്യതയോടെയാണ് അദ്ദേഹം UDFൻ്റെ ക്യാമ്പിലെത്തിയത്. അദ്ദേഹം CPMൻ്റെ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ചുഴലിയിലെ ഭാസ്കരനെ ക്രൂരമായി വെട്ടി അറുത്തിട്ടത്. അതൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല തളിപ്പറമ്പിലെയും ശ്രീകണ്ഠാപുരത്തെയും ജനങ്ങൾ. ലോനാപ്പി എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ഗുണ്ടാ സംഘത്തലവൻ. അദ്ദേഹം DCC ഓഫീസിൽ നിന്നാണ് ബോംബ് നിർമ്മിച്ചത്. ഇന്ത്യ ടുഡേ ആ ദൃശ്യങ്ങൾ സഹിതം പുറത്തു കൊണ്ടുവന്നതാണ്. അന്ന് DCC ഓഫീസിനെ ബോംബുകളുടെയും ക്രിമിനലുകളുടെയും കേന്ദ്രമാക്കി മാറ്റിയ അതേ സുധാകരൻ്റെ കയ്യിൽ നിന്ന് ഹാരവും സ്വീകരിച്ച് ഗോവിന്ദൻ മാഷ് രംഗത്ത് വരികയാണ്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും അത്തരം ഒരു നിലപാട് സ്വീകരിച്ച ഗോവിന്ദൻ മാഷെ വിജയിപ്പിക്കില്ല. ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും.